കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഗ്രേഡിയന്റ് ആയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡൈവർജൻസിനെ കുറിച്ച് പറയും. സിമിലർ ടു ഗ്രേഡിയന്റ് നമുക്ക് ഡൈവർജൻസിനും ഒരു ജനറൽ ഫോർമുല ഉണ്ട്. ഡെൽ ഡോട്ട് എ ബാർ del dot a bar equal to 1 by h1 h2 h3 dou by dou q1 a x x അല്ല a1 plus dou by dou q2 a2 plus dou by dou q3 a3. ഇതാണ് ഡൈവർജൻസിന്റെ ജനറൽ ഫോർമുല. ഇവിടെ a1 a2 a3 എന്ന് പറഞ്ഞാൽ a ഈക്വൽ ടു a1 q1 ക്യാപ് പ്ലസ് a2 q2 ക്യാപ് പ്ലസ് a3 q3 ക്യാപ് ആണ്. ആ എനെയാണ് നമ്മളിവിടെ അവിടെ ഓരോന്നിനെ q1 ക്യാപ്പിന്റെ കൂടെ ഉള്ള a1 നമ്മൾ ഡോ ബൈ ഡോ q1 ചെയ്തു, ഡോ ബൈ ഡോ q2 a2 ഡോ ബൈ ഡോ q2 ചെയ്തു, a3 ഡോ ബൈ ഡോ q3 ചെയ്തു. ഇനി നമുക്ക് കാർട്ടീഷ്യൻ ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. കാർട്ടീഷ്യനിൽ മെട്രിക് എലമെന്റ് h1 1 ആണ്, h2 1 ആണ്, h3 1 ആണ്. ദെൻ del bar dot a bar equal to 1 by 1 into dou by dou x ax plus dou by dou y ay plus dou by dou z az. ഇതാണ് കാർട്ടീഷ്യനിലെ ഗ്രേഡിയന്റ്. ഇനി സ്പെരിക്കൽ പോളാർ അപ്പൊ എങ്ങനെയായിരിക്കും? അശ്വതി, അശ്വതി ഓക്കെ. സ്പെരിക്കൽ പോളാറില് ഡൈവർജൻസിന്റെ ജനറൽ ഫോർമുല എന്ത് വരും? സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിൽ h1 1 ആണ്, h2 എന്താ r ആണ്, h3 എന്താ r sin theta ആണ്. Then 1 by r square sin theta dou by dou r of ar plus dou by dou theta ഒരു മിനിറ്റ് ചെറിയ തെറ്റുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്, എഴുതല്ലേ. കാർട്ടീഷ്യൻ കറക്റ്റ് ആണ്, ഈ ജനറൽ ഫോർമുലയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഡോ ബൈ ഡോ q1 ഓഫ് a1 into h2 h3 plus dou by dou q2 of a2 into h1 h3 plus dou by dou q3 of a3 into h1 h2. ഇതുണ്ട്, ഈ ടൈം ഉണ്ട്, ഞാൻ മറന്നുപോയി. ഡൈവർജൻസിന്റെ ജനറൽ ഫോർമുല ഇങ്ങനെയാണ്: 1 by h1 h2 h3 dou by dou q1 of a1 h2 h3 plus dou by dou q2 of a2 h1 h3 plus dou by dou q3 of a3 h1 h2. കാർട്ടീഷ്യനിൽ എന്ത് വരും? കാർട്ടീഷ്യനിൽ h1 equal to 1, h2 equal to 1, h3 equal to 1. Then del bar dot a bar equal to 1 by 1 into
ഡോ ബൈ ഡോ എക്സ് h2 h3 1 ആണല്ലോ. ദെൻ ax പ്ലസ് ഡോ ബൈ ഡോ വൈ ay പ്ലസ് ഡോ ബൈ ഡോ z az. Then spherical polar coordinate system. h1 equal to 1, h2 equal to r, h3 equal to r sin theta. നമ്മളത് ഇന്നലെ ക്ലാസ്സിൽ കണ്ടുപിടിച്ചതാണ് h1 h2 h3. Then del bar dot a bar equal to 1 by r square sin theta dou by dou r ar plus dou by dou r ar h2 h3 എന്ന് പറഞ്ഞാൽ r square sin theta plus dou by dou theta a theta h1 h3 എന്ന് പറഞ്ഞാൽ r sin theta plus dou by dou phi a phi h1 h2 എന്ന് പറഞ്ഞാൽ r. ഇത്രയും ടേം വരും. ജനറൽ ഫോർമുല ഒന്നുകൂടെ പറയാം. ഡൈവർജൻസ് del bar dot a bar equal to 1 by h1 h2 h3 metric time 1 by h1 h2 h3 dou by dou q1 of a1 h2 h3 plus dou by dou q2 of a2 h1 h3 plus dou by dou q3 of a3 h1 h2. നമ്മൾ h1 h2 h3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ സിലിണ്ടറിക്കലിൽ എങ്ങനെ വരും? നിങ്ങൾ തന്നെ എഴുതിക്കേ. സിലിണ്ടറിക്കലിൽ നമ്മുടെ h1 ഈക്വൽ ടു 1 ആണ്, h2 ഈക്വൽ ടു റോ ആണ്, h3 ഈക്വൽ ടു 1 ആണ്. Then del bar dot a bar equal to 1 by rho 1 by rho dou by dou rho rho a rho plus dou by dou phi a phi plus dou by dou z rho az. ഇങ്ങനെ കേട്ടോ. ആകെ നമുക്ക് അറിയേണ്ടത് ജനറൽ ഫോർമുല മാത്രമാണ്. ബാക്കി നമുക്ക് മെട്രിക് ടൈം ഒക്കെ നമുക്ക് അറിയാലോ. ഇപ്പൊ ഏറ്റവും അവസാനം വന്നവര് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. ഡൈവർജൻസിന്റെ ജനറൽ ഫോർമുല del bar dot a bar equal to 1 by h1 h2 h3 dou by dou r of a1 h2 h3 plus dou by dou q2 of a2 h1 h3 plus dou by dou q3 of a3 h1 h3. ഇത്രേ ഉള്ളൂ. നമുക്കിനി സിലിണ്ടറിക്കലും കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ആരെങ്കിലും എഴുതി തീരാത്തുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. കേളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഡെൽ ക്രോസ് എ del bar cross a bar equal to 1 by h1 h2 h3. Then determinant h1 q1 cap h2 q2 cap h3 q3 cap dou by dou q1 dou by dou q2 dou by dou q3 h1 a1 h2 a2 h3 a3. ഇതാണ് കേളിന്റെ ജനറൽ ഫോർമുല. കാർട്ടീഷ്യനിൽ എന്ത് കിട്ടും? അപ്പം
നിങ്ങൾ എഴുതിക്കേ. കാർട്ടീഷ്യനിൽ എന്ത് കിട്ടും? ഡെൽ ബാർ ക്രോസ് എ ബാർ. കാർട്ടീഷ്യനിലെല്ലാം 1 ആണല്ലോ. 1 ഇൻറ്റു എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എ എക്സ് എ വൈ എ ഇസഡ്. ഇതാണ് കാർട്ടീഷ്യൻ. സ്പെരിക്കൽ പോളാർ നിങ്ങൾ ഈ ജനറൽ ഫോമിൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡെൽ ക്രോസ് എ ബാർ ഈക്വൽ ടു 1/h1. സ്പെരിക്കൽ പോളാറിൽ h1 ഈക്വൽ ടു 1, h2 ഈക്വൽ ടു r, h3 ഈക്വൽ ടു r സൈൻ തീറ്റ. Then 1/h1 h2 h3 എന്നുള്ളത് 1/r² സൈൻ തീറ്റ എന്ന് കിട്ടും. r ക്യാപ്പ് r തീറ്റ ക്യാപ്പ് r സൈൻ തീറ്റ ഫൈ ക്യാപ്പ് ഡോ ബൈ ഡോ r ഡോ ബൈ ഡോ തീറ്റ ഡോ ബൈ ഡോ ഫൈ. Then ar r a തീറ്റ r സൈൻ തീറ്റ a ഫൈ. ഇതിനെ ഡിറ്റർമിനന്റ് എടുത്താൽ നമുക്ക് ഉത്തരവാകും. ഫസ്റ്റ് റോ വെച്ച് ഇതിനെ ഡിറ്റർമിനന്റ് എടുത്താൽ ഉത്തരം കിട്ടും. സിലിണ്ടറിക്കൽ നിങ്ങൾ എഴുതിക്കേ. എങ്ങനെ വരും? സിലിണ്ടറിക്കൽ എഴുതുവാണെങ്കിൽ ഡെൽ ബാർ ക്രോസ് എ ബാർ ഈക്വൽ ടു 1/ρ റോ ക്യാപ്പ് ഫൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് റോ ഫൈ ക്യാപ്പ് ഡോ ബൈ ഡോ റോ ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ ഇസഡ്. അടിയിൽ എ റോ റോ എ ഫൈ എ ഇസഡ് ഇങ്ങനെ കേട്ടോ. ഓക്കെ, ഞാൻ ചോദ്യം തരാം, നിങ്ങൾ ചെയ്യണം. 1-2 ഡൈവർജൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിടാം, നിങ്ങൾ ചെയ്തോ. വൈ ഇസഡ് എക്സ് ക്യാപ് പ്ലസ് എക്സ് ഇസഡ് വൈ ക്യാപ് പ്ലസ് എക്സ് വൈ ഇസഡ് ക്യാപ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റോ സൈൻ ഫൈ റോ ക്യാപ് പ്ലസ് റോ സ്ക്വയർ ഇസഡ് ഫൈ ക്യാപ് പ്ലസ് ഇസഡ് കോസ് ഫൈ ഇസഡ് ക്യാപ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൺ ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ആർ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ കോസ് ഫൈ തീറ്റ ക്യാപ് പ്ലസ് കോസ് തീറ്റ ഫൈ ക്യാപ്. ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ ഡൈവർജൻസ് കാണണം. ഓക്കെ, ചെയ്യ്, ഞാൻ ചോദിക്കാം. അബ്ദുൽ ബാസിദ്. ഓക്കെ
ഒന്നാമത്തെ ചെയ്ത് കഴിഞ്ഞോ? തുടങ്ങുന്നേ ഉള്ളൂ. ഡൈവർജൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞേ. 1/h1 h2 h3 del bar dot a bar equal to 1/h1 h2 h3 dou by dou q1 of a1 h2 h3 plus dou by dou q2 a2 h1 h3 plus dou by dou q3 of a3 h1 h2. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ അല്ലേ? അതെ. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ പറഞ്ഞേ. Divergent a bar equal to dou by dou x of ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. a1 എന്ന് പറഞ്ഞാൽ ഇവിടെ yz അല്ലേ? yz plus dou by dou of y of zx plus dou by dou z of xy. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഓഫ് yz ചെയ്താൽ 0 കിട്ടും, ഇവിടെ 0 കിട്ടും, ഇവിടെ 0 കിട്ടും, ഉത്തരം 0. ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. അഞ്ജലി, രണ്ടാമത്തെ ചെയ്തോ? രണ്ടാമത്തെ ചെയ്യുന്നേ ഉള്ളൂ. രണ്ടാമത്തെ പറഞ്ഞേ. del bar dot a bar equal to 1/r² sin theta equal to 1/r² sin theta. ഒരു മിനിറ്റ് 1/r² sin theta dou by dou r of dou by dou r of rho sin phi. ഒരു മിനിറ്റ്, രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റം ഏതാ? റോ ഫൈ ഇസഡ് അല്ലേ? അപ്പൊ എന്ത് വരും? 1/rho 1/rho dou by dou rho rho into a rho ഓക്കെ rho into a rho plus dou by dou phi a phi plus dou by dou z a z rho. Rho into a z. ഓക്കെ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം പറയാ. ഉത്തരം പറഞ്ഞാൽ മതിയേ. ഡോ ബൈ ഡോ റോ റോ സ്ക്വയർ സൈൻ ഫൈ പ്ലസ് ഡോ ബൈ ഡോ ഫൈ റോ സ്ക്വയർ ഡോ ബൈ ഡോ ഫൈ റോ സ്ക്വയർ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് റോ ഇസഡ് കോസ് ഫൈ. ഇത് ചെയ്യുമ്പോൾ എന്ത് ഉത്തരം കിട്ടും? ഉത്തരം പറഞ്ഞാ ഫൈനൽ ഉത്തരം ഒന്ന് പറഞ്ഞേരെ. 2 മാത്രമേ ഉള്ളോ? 2 sin phi. 2 sin phi ആ? ഇവിടെ 0 ആവും. ഇതില്ലേ z cos phi ലാസ്റ്റ് ഇത് ഓക്കേ z cos phi 2 sin phi plus cos phi. 2 sin phi plus cos. ഇങ്ങനെയാണോ ഉത്തരം? ഇങ്ങനെയാണോ കിട്ടിയേ? 2 sin phi plus cos phi അല്ല cos phi by ഇല്ല 2 sin phi plus cos phi ഇത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. അജേഷ്,
അജേഷ് ഇത് പ്രശ്നമായിരിക്കും അല്ലേ? ഓക്കെ, അജേഷ് വേണ്ട, ഇതില്ല. മൂന്നാമത്തെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞെങ്കിൽ ഉത്തരം ഒന്ന് പറയട്ടോ. മൂന്നാമത്തതിന്റെ ഉത്തരം 2 cos θ cos φ വരുന്നുണ്ടോ എന്ന് നോക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം del dot a bar. അഭിഷേക് ഉത്തരം 2 cos θ cos φ. ഓക്കെ ഓക്കെ. ബാക്കി ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോ. ഇതാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഡൈവർജൻസ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഇന്നലെ ഗ്രേഡിയന്റ് കുറെ കണ്ടുപിടിച്ചാണ്. അതേപോലെ തന്നെ ഡൈവർജൻസിന് ഒരു ജനറൽ ഫോർമുല ഉണ്ട്, അത് കണ്ടുപിടിക്കണം. del bar dot a bar equal to 1 by h1 h2 h3 dou by dou q1 a1 h2 h3 dou by dou q2 a2 h1 h3 dou by dou q3 a3 h1 h2. if ആർക്കെങ്കിലും ക്ലാസ്സിൽ ആദ്യം വരാത്തവർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ കേട്ടോ. ആദ്യം ക്ലാസ്സിൽ കയറാത്തവർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. നമ്മൾ ഡൈവർജൻസിന്റെ ജനറൽ ഫോർമുല എടുത്തിട്ട് a1ഉം ഈ h1 h2 h3 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, പിന്നെ കേളും കൂടെയും പറഞ്ഞായിരുന്നു, ഇതും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കേളിന്റെ ജനറൽ ഫോർമുലയാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. കറസ്പോണ്ടിങ് കാർട്ടീഷ്യനും സ്പെരിക്കൽ പോളാറും സിലിണ്ടറിക്കലും ഞാൻ എഴുതി, ഇത്രേ ഉള്ളൂ. ഇതും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ദെൻ നമ്മളിപ്പോ ഒരു 3 പ്രോബ്ലം ചെയ്തു. ഇനി കേളിന്റെ 2 പ്രോബ്ലം ചെയ്യാം. a bar equal to yz x cap plus xz y cap plus xy z cap. കറസ്പോണ്ടിങ് ഡെൽ ക്രോസ് എ കണ്ടുപിടിക്കണം, അതാണ് ടാസ്ക്. ഡെൽ ക്രോസ് എയുടെ ജനറൽ ഫോർമുല 1 by h1 h2 h3 മോഡുലസ് h1 q1 cap h2 q2 cap h3 q3 cap dou by dou q1 dou by dou q2 dou by dou q3. ഇവിടെ എന്ത് വരും? h1 a1 h2 a2 h3 a3. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം ആണ്. ദെൻ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് എഴുതിയാൽ എങ്ങനെ വരും? ഡെൽ ബാർ ക്രോസ് എ ബാർ ഈക്വൽ ടു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മെട്രിക് എലമെന്റ് h1 ഈക്വൽ ടു 1 h2 ഈക്വൽ ടു 1 h3 ഈക്വൽ ടു 1 ആണ്. ദെൻ 1 by 1 1 divided by 1.
H1 1 ആണല്ലോ, Q1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യാപ്പ്, Q2 എന്ന് പറഞ്ഞാൽ വൈ ക്യാപ്പ്, Q3 എന്ന് പറഞ്ഞാൽ ഇസഡ് ക്യാപ്പ്. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ദെൻ H1 1 ആയതുകൊണ്ട് AX, AY, AZ. കറസ്പോണ്ടിങ് പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം? ഡെൽ ബാർ ക്രോസ് എ ബാർ ഈക്വൽ ടു 1/1, അത് എടുക്കുന്നില്ല. എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ്, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഇസഡ്, ഇതാണ് എക്സ്, എക്സ് കമ്പോണന്റ്. എ വൈ, വൈ കമ്പോണന്റ്. എ ഇസഡ്, ഇസഡ് കമ്പോണന്റ്. വൈ ഇസഡ്, എക്സ് ഇസഡ്, എക്സ് വൈ. ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ചെയ്താൽ എക്സ് മൈനസ് എക്സ് മൈനസ് വൈ ക്യാപ്പ് ഇൻറ്റു, നമ്മൾ ഓർട്ടലില് മെട്രിക്സിൽ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടെത്തത് എങ്ങനെ? ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ഇട്ടു. മൈനസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ, വൈ മൈനസ് വൈ, പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ്, ഇസഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഇസഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എല്ലാ ടൈമും 0 ആണ്. ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കേള് കണ്ടെത്തുക. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം. എ ബാർ ഈക്വൽ ടു 1/r² സൈൻ തീറ്റ ആർ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ കോസ് ഫൈ തീറ്റ ക്യാപ് പ്ലസ് കോസ് തീറ്റ ഫൈ ക്യാപ്. ഇതിനെ എങ്ങനെ നമുക്ക് കേള് കണ്ടെത്താം? കേൾ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എ വിച്ച് ഈസ് ഈക്വൽ ടു ജനറൽ ഫോർമുല അനില എന്ന് പറഞ്ഞ അനില കേൾക്കണില്ല. ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. കേളിന്റെ ജനറൽ ഫോർമുല പറ. ബാക്കിയുള്ളവർ ഈ പ്രോബ്ലം ചെയ്തോളൂ കേട്ടോ. പറ. 1/h1 h2 h3 into determinant h1 q1 cap h2 q2 cap h3 q3 cap. Dou by dou q1, dou by dou q2, dou by dou q3. h1 a1, h2 a2, h3 a3. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏത് കോർഡിനേറ്റ് സിസ്റ്റമാ? Spherical. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇത് എഴുതണം. ഡെൽ ക്രോസ് എ ഈക്വൽ ടു r² sin θ. നമ്മുടെ h1 എന്താ? 1, h2 r, h3 r sin θ. Then 1/r² sin θ, r cap r theta cap, r sin theta phi cap. Okay. Then dou by dou r, dou by dou theta, dou by dou phi,
ഇവിടെ ഇതല്ലേ AR 1 by one r by r square square sin theta a theta എന്ന് പറഞ്ഞാൽ ഇത് r sin theta cos phi a phi എന്ന് പറഞ്ഞാൽ ഇത് cos theta. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്തിയിട്ട് വേഗം ഉത്തരം പറഞ്ഞേ. ഡിറ്റർമിനന്റ് കണ്ടെത്താൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും എടുത്തു. എന്ത് കിട്ടും? ഒരു ഡൗട്ട്. ചോദിച്ചോ. സർക്കിളിന്റെ നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത് r into a theta എന്നല്ലേ? ഇത് ഇവിടെ ഒരു r ഉണ്ട്. അതെ അതെ. ഇവിടെ അതുപോലെ അല്ല. തന്നെ ഇവിടെ അവിടെ ഒരു r വരും. അപ്പൊ r സ്ക്വയർ എന്നല്ലേ പറയുന്നത്? അതെ അതെ അതെ. sin theta എന്ന് വരും. ഇവിടെ h2 a2 ആണ്. h2 എന്ന് പറഞ്ഞാൽ നമ്മുടെ r ആണ്. a2 എന്ന് പറഞ്ഞാൽ ഇത്. then r square sin theta cos phi. ഇവിടെ എന്ത് വരും? r sin theta cos theta എന്ന് വരും. അതായത് h3 എന്ന് പറഞ്ഞാൽ r sin theta ആണ്. h3 into a3 cos theta. ഓക്കെ. ആർക്കെങ്കിലും ഉത്തരമായോ? r square sin theta cos phi plus r sin theta phi cap. ആർക്കെങ്കിലും ഉത്തരം ആകുവാണെങ്കിൽ ഒന്ന് പറയണേ.
ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/r² sin θ r cap into r/2 cos 2θ into 2 minus r² sin θ sin phi minus sin phi. Minus r theta cap sin 2θ divided by 2 plus r² sin θ sin phi plus r sin θ phi cap 2r into sin θ cos phi minus 1/r² cos θ. ഇത്ര എഴുതിയാൽ മതി. ഇനി നമുക്ക് ഗ്രേഡിയന്റിന്റെയും ഡൈവർജൻസിന്റെയും കേളിന്റെയും ആപ്ലിക്കേഷൻസ് നോക്കാം. ഒരു സർഫസ് തരികയാണ്. φ1. അതിന്റെ നോർമൽ എന്താണ്? ഗ്രേഡിയന്റ് ആണ്. del φ1 ആണ് നോർമൽ. ഓക്കെ, രണ്ട് വെക്ടർ തമ്മിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എടുത്താൽ എന്ത് കിട്ടും? മോഡ് എ ഇൻറ്റു മോഡ് ബി കോസ് തീറ്റ എന്ന് കിട്ടും. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എ എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടറിന്റെ മോഡുലസ് ആണ്. ബി എന്ന് പറഞ്ഞാൽ വെക്ടർ ബിന്റെ മോഡുലസ്. ഇങ്ങനെ കിട്ടും. ദെൻ ഇതിൽ നിന്ന് കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് എഴുതാലോ. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ സാധാരണ എഴുതുന്നതാ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്ന്. അത് മാത്രമേ ഞാൻ അവിടെ എഴുതിയിട്ടുള്ളൂ. ഇവിടെ സ്മോൾ ലെറ്റർ എടുത്തപ്പോൾ അവിടെ ക്യാപിറ്റൽ ലെറ്റർ, അത്രേ ഉള്ളൂ. കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. നിങ്ങൾക്ക് ചോദിക്കുക ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു സർഫസസ് എന്നാണ്. രണ്ട് സർഫസസിന്റെ ഇക്വേഷൻ തരും, φ1ഉം φ2ഉം. അത് തമ്മിലുള്ള ആംഗിൾ കണ്ടെത്താനാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് എടുക്കണം? φ1 ഇതിന്റെ നോർമൽ എടുക്കണം, n1ഉം n2ഉം. ദെൻ അതിനെ രണ്ടിനെയും n1ഉം n2ഉം വെക്ടർ ആണല്ലോ, അതിനെ രണ്ടിനെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ n1 ഡോട്ട് n2 ഈക്വൽ ടു മോഡ് n1 ഇൻറ്റു മോഡ് n2 കോസ് തീറ്റ. അതിൽ നിന്ന് കോസ് തീറ്റ എഴുതാലോ. കോസ് തീറ്റ ഈക്വൽ ടു മോഡ് n1 ഡോട്ട് മോഡ് n2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് n1 ഇൻറ്റു മോഡുലസ് ഓഫ് n2. ഇതാണ് അതിന്റെ ഉത്തരം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു സർഫസസ് എന്ന് ചോദിച്ചാൽ കോസ് തീറ്റ ഈക്വൽ ടു മോഡ് n1 ഡോട്ട് മോഡ് n2 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് n1 ഇൻറ്റു മോഡുലസ് ഓഫ് n2. ആ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ?
ക്വസ്റ്റ്യൻ തരാൻ ചെയ്യണം. First question, find the angle between two surfaces. Phi 1 equal to 5x plus y plus z minus 1. Phi 2 equal to 3x plus 3y plus 3z minus 5. Then അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് എടുക്കണം? നോർമൽ എടുക്കണം. n1 ഈക്വൽ ടു del phi 1. del phi 1 എടുത്താൽ എന്ത് കിട്ടും? phi x cap. ഗ്രേഡിയന്റ് എടുക്കാൻ ഞാൻ പറയില്ല കേട്ടോ, രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാ കുറെ. phi x cap plus y cap plus z cap. Then n2 എന്ന് പറഞ്ഞാൽ del phi 2 which is equal to 3x cap plus 3y cap plus 3z cap. ഇനി എന്ത് കണ്ടെത്തണം? n1 ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തണം. റൂട്ട് ഓഫ് 25 plus 1 plus 1 equal to root 27. n2 ന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താലോ? റൂട്ട് ഓഫ് 9 plus 9 plus 9 root 27. Yes. Then cos theta equal to n1 dot n2 divided by mod n1 into mod n2. എന്ത് കിട്ടും? n1 dot n2 ചെയ്തേ, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരേ കമ്പോണന്റ് എക്സ് ക്യാപ്പിന്റെ കമ്പോണന്റ് തമ്മിൽ മാത്രമേ എടുക്കുള്ളൂ. എക്സ് ക്യാപ്പ് ഡോട്ട് എക്സ് ക്യാപ്പ് ഈക്വൽ ടു 1ഉം എക്സ് ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ് ഈക്വൽ ടു 0 ആണല്ലോ. ഒരേ കമ്പോണന്റ് മാത്രമേ എടുക്കുള്ളൂ. ബാക്കി എക്സ് ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ് അല്ലെങ്കിൽ എക്സ് ക്യാപ്പ് ഡോട്ട് ഇസഡ് ക്യാപ്പ് ഒക്കെ എടുത്താൽ 0 കിട്ടും. ദെൻ 5x ക്യാപ്പ്, ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 15 പ്ലസ് 3 പ്ലസ് 3 divided by 2 into root 27. 2 അല്ലല്ലോ, സോറി, 27 കിട്ടും. root 27 into root 27. Then ഇത് എത്ര കിട്ടും? 21 divided by 27 ഉത്തരം കിട്ടും. ഇതാണ് ഉത്തരം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ തന്നെ ചെയ്യണം. phi 1 ഈക്വൽ ടു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ phi 1 അല്ല, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. 2 surfaces are given by x square plus y square plus z square equal to 9 and z equal to x square plus y square minus 2. Find angle at 2 1 minus 2. 2 1 minus 2 എന്ന് പറഞ്ഞാൽ ഇത് എക്സിന്റെ വാല്യൂ, വൈയുടെ വാല്യൂ, ഇസഡിന്റെ വാല്യൂ. ഓക്കെ. Then first surfaces equal to
നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? φ1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 9. φ2 ഈക്വൽ ടു ഇസഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2. അതായത് ഞാൻ ഇതിനെ എല്ലാത്തിനും ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നു, അത്രേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതിനെ ഞാൻ φ1 എന്നും φ2 എന്നും വിളിച്ചു. Then n1 bar equal to del dot φ1, del φ1. ഇപ്പൊ എന്ത് കിട്ടും? ഷഹന, ഹലോ n1 എന്ത് കിട്ടി? നോർമൽ. n1 ആണോ? ഈ n1 എന്താ? n1 നോർമൽ ഡെൽറ്റ φ1. അതായത് φ1 എന്ന് പറയുന്ന സർഫേസിന്റെ നോർമൽ. അപ്പൊ അതിനെ del φ1 φ1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x x യൂണിറ്റ് വെക്ടർ പ്ലസ് 2x I cap പ്ലസ് 2y j cap 2z k cap. ഓക്കേ. z cap. സോറി, പിന്നെ k cap. then n2 bar equal to del φ2. അതും കൂടെ പറഞ്ഞേ. del φ2 2x x cap അല്ല I cap minus 2x 2x അല്ലേ വരിക? z എന്ന് പറഞ്ഞാൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് z അല്ലേ വരിക? അങ്ങനെ ചെയ്യണ്ട. z തന്നെ ഇടണം. ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയതാ. ഓക്കേ. അപ്പൊ -2 ഞാൻ ഇപ്പുറത്തേക്ക് പറയാം. -2x -2y പ്ലസ് k വരും. then മോഡുലസ് കണ്ടെത്തണം. ഇനി മോഡുലസ് n1 ന്റെ റൂട്ട് ഓഫ് 4 + 4 + 4. അല്ല, ഒരു മിനിറ്റ്. ഇവിടെ കഴിഞ്ഞില്ല. ഇവിടെ എക്സ് വന്നിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ n1 ഈക്വൽ ടു 4i cap പ്ലസ് 2j cap പ്ലസ് -4 k cap. n2 ഈക്വൽ ടു 4i cap പ്ലസ് 2y j cap മൈനസ് 2j cap. 1 minute. -2 is cap minus -2 k cap. ഇവിടെ k cap മാത്രമല്ലേ ഉള്ളൂ? അല്ല k cap മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലസ് k cap. പ്ലസ് ഓക്കേ. then ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. n1 dot n2 4 × 4 -16 minus 4 -4 അല്ലേ -24 എന്ന് കിട്ടും. ഇനി n1 n2 മോഡുലസ് എടുക്കണം. n1 is equal to 4 plus 16 plus 4 plus 16 36 കിട്ടും. മോഡ് n2 16 plus 4 plus 1 21 √21 അങ്ങനെയാണ് കേട്ടോ. ഓക്കേ, √21. 16 4 ഓക്കേ, √21 കേട്ടോ. cos theta is equal to -24/2
cos theta 6 equal root to 21 cos theta equal to minus 24 minus 24 divided by divided 6 by root 21. 6 root 21. Then theta equal to Theta cos is equal to inverse cos inverse minus of 4 by root 21. minus 4 by root 21. Okay. ഈ കോസിന്റെ അകത്ത് ഈ മൈനസ് വന്നാലും Cos ഫസ്റ്റ് ക്വാഡ്രന്റ് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതിക്കാം. അടുത്ത ആപ്ലിക്കേഷൻ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പ്ലെയിൻ. Equation of tangent plane. നമുക്കൊരു സർഫസ് തരും. അത് കഴിഞ്ഞിട്ട് ആ സർഫസിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് ചോദിക്കുക. ഒരു സർഫസ് തരും, ആ സർഫസിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് ചോദിക്കുക. നമുക്ക് കൂടെ ഒരു പോയിന്റും തരും, R0 എന്ന് പറഞ്ഞ ഒരു പോയിന്റും തരും. ഇതെങ്ങനെ എഴുതുമെന്ന് വെച്ചാല് R minus R0 അതായത് നമുക്ക് ഒരു സർഫസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ എഴുതരുത് കേട്ടോ, ഞാൻ പറയാം, ഇപ്പൊ എഴുതണ്ട. ഒരു XYZ എന്നൊരു സർഫസ് തന്നിട്ടുണ്ട്. എന്നിട്ടൊരു R0 എന്ന് പറയുന്ന പോയിന്റ് അവർ തന്നിട്ടുണ്ട്, 1 1 1. ദെൻ R മൈനസ് R0 എന്നുള്ളത് എന്ത് കിട്ടും? R മൈനസ് x മൈനസ് 1 I ക്യാപ് പ്ലസ് y മൈനസ് 1 j ക്യാപ് പ്ലസ് z മൈനസ് 1 k ക്യാപ് എന്ന് എഴുതാം. ഇപ്പൊ ആരും എഴുതണ്ട, കേട്ടാ മതി. നമുക്ക് സർഫസിന്റെ ഇക്വേഷൻ തന്നു, ഒരു R0 എന്ന് പറയുന്ന പോയിന്റും തന്നു. നമുക്ക് R മൈനസ് R0 ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഈ ഫൈയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഡെൽ ഫൈ എന്ന് കിട്ടും. ഡെൽ ഫൈ ഒരു വെക്ടർ ആണല്ലോ. ഡെൽ ഫൈ ഇഫ് x1 i ക്യാപ് പ്ലസ് x2 j ക്യാപ് പ്ലസ് x3 k ക്യാപ് എന്നാ കിട്ടിയെന്ന് വിചാരിക്കുക. ഡെൽ ഫൈ ദെൻ R മൈനസ് R0 ഡോട്ട് ഡെൽ ഫൈ ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് R0. നമ്മളൊരു ആർബിട്രറി ടാൻജന്റ് എടുക്കുകയാണ്. ഇവിടെയുള്ള പോയിന്റ് ആണ് R. ദെൻ ഇതാണ് R മൈനസ് R0. നമുക്ക് സർഫസിൽ ഒരു പോയിന്റ് അവർ തരും R0. ദെൻ നമ്മളൊരു ആർബിട്രറി പോയിന്റ് R എടുത്തു. ആ ആർബിട്രറി പോയിന്റ് R എന്ന് പറയുന്നത് ടാൻജന്റിലുള്ളതാണ്. R എന്ന് പറയുന്നത് ടാൻജന്റിലുള്ളതാണ്. ദെൻ R മൈനസ് ഇതെടുത്തു, അപ്പം ഇത് കിട്ടി. ദെൻ നോർമൽ, ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ നോർമൽ ആണ്. ഈ ഡെൽ ഫൈയും R മൈനസ് R0 എപ്പോഴും 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യും. കാരണം R മൈനസ് R0 എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്.
del phi എന്ന് പറയുന്നത് നോർമൽ ആണ്. നോർമലും ടാൻജന്റും 90 ഡിഗ്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്താൽ അതിന്റെ ഡോട്ട് കമ്പോണന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ അല്ലേ. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 0 ആയി പോകൂലേ? അത്രേ ഇവിടെ ഉള്ളൂ. ആർ മൈനസ് ആർ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടാൻജന്റ് ആണ്. ഡെൽ ഫൈ എന്ന് പറയുന്നത് നോർമൽ ആണ്. ദെൻ ആർ മൈനസ് ആർ ഡോട്ട് ഡോട്ട് ഡെൽ ഫൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. പോയിന്റ് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഇതൊന്നും എഴുതണ്ട, ഈ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. ആർ മൈനസ് ആർ നോട്ട് ഡോട്ട് ഡെൽ ഫൈ ഈക്വൽ ടു 0. ഈ ഫിഗറും വരച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ബാക്കി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇക്വേഷൻ എഴുതുക, ഈ ഫിഗർ വരയ്ക്കുക, അപ്പൊ തന്നെ ക്ലിയർ ആകും. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കട്ടോ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഇടാം. ഫൈൻഡ് the equation of tangent of a plane to the surface phi equal to x square y z cube at 1 1 1. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ടാൻജന്റിന്റെ ഇക്വേഷൻ ആദ്യം എഴുതണം. ആർ മൈനസ് ആർ ഡോട്ട് ഡോട്ട് ഡെൽ ഫൈ ഈക്വൽ ടു 0. ഇവിടെ ആർ ഡോട്ട് അവർ തന്നിട്ടുണ്ട് 1 1 1. 1 ഐ ക്യാപ്പ് പ്ലസ് 1 ജെ ക്യാപ്പ് പ്ലസ് 1 കെ ക്യാപ്പ്. ഈ 1 1 1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ അർത്ഥം? എക്സിന്റെ കമ്പോണന്റ് 1, വൈയുടെ കമ്പോണന്റ് 1, ഇസഡിന്റെ കമ്പോണന്റ് 1. ദെൻ ആർ മൈനസ് ആർ ഡോട്ട് എന്ത് കിട്ടും? ആർ മൈനസ് ആർ ഡോട്ട് ബാർ എന്ത് കിട്ടും? ആർ എന്ന് പറയുന്നത് ഒരു ആർബിറ്ററി വെക്ടർ ആണ്. എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ്. ഇതെന്ത് കിട്ടും? എക്സ് മൈനസ് 1 ഐ ക്യാപ് പ്ലസ് y minus 1 j cap plus z minus 1 k cap. Del phi എന്ത് കിട്ടും? ഇതിന്റെ del phi എടുക്കണം. 2x y z cube I cap plus x square z cube k cap plus 3x square y z square k cap. Then del phi at 1 1 1 equal to 2 I cap plus j cap plus 3 k cap. Then നമ്മുടെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എഴുതുകയാണെങ്കിൽ r minus r dot bar dot del phi equal to 0.
ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 into x minus 1 plus y minus 1 plus 3 into z minus 1 equal to 0. ഇതാണ് ഉത്തരം. ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടെ അകത്തേക്ക് 2-നെയൊക്കെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. സാർ ഈ അവസാന ഉത്തരത്തിൽ നമ്മൾ ആ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവസാന ഉത്തരത്തിൽ വേണ്ട. ഇത് എക്സ് വൈ ഇസഡ് ആർബിട്രറി പോയിന്റ് ആണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡെൽഫൈ കണ്ടെത്തുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് വൈ ഇസഡ് നമ്മൾ കണ്ടെത്തുന്ന ഏതോ ഒരു ആർബിട്രറി പോയിന്റ് ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. Which of the following vectors are irrotational? ഇറോട്ടേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? കേള് 0 ആവണം. ഡെൽ ക്രോസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാർ ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഐ ക്യാപ് പ്ലസ് എക്സ് ഇൻറ്റു 2y പ്ലസ് 1 ജെ ക്യാപ്. ഈ ചോദ്യം പലപ്പോഴും കാണുന്ന കേട്ടോ. ഇറോട്ടേഷണൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്നായിരിക്കും ചോദിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടർ ഈസ് കൺസർവേറ്റീവ് എന്ന് ചോദിച്ചാലും സെയിം ഉത്തരം തന്നെ. അതിന്റെ കേൾ എടുക്കണം. കേള് 0 ആവുന്നുണ്ടോ എന്ന് നോക്കണം. 0 ആയാൽ കൺസർവേറ്റീവ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ, അത് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയണം ചെയ്തിട്ട്. ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്യണം.
ഇത് കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. അങ്ങനെ അല്ലാതെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഡെൽ ക്രോസ് എ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ചെയ്തു കഴിഞ്ഞോ? ഒന്ന് കമന്റ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാല്? റൊട്ടേഷനിൽ. ഓക്കെ ഓക്കെ ഓക്കെ, മതി മതി. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ലാപ്ലേഷ്യൻ. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. നമ്മൾ ഇത്ര നേരം കണ്ടത് ആദ്യം ഗ്രേഡിയന്റ് കണ്ടു, ഡൈവർജൻസ് കണ്ടു, പിന്നെ കേളും കണ്ടു. ഇത് ലാപ്ലേഷ്യൻ അഥവാ ഡെൽ സ്ക്വയർ. ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡെൽ ഫൈ എന്ന് എഴുതാം. പിന്നെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഒരു ജനറൽ ഫോർമുല കണ്ടെത്താൻ കഴിയും. ആ ജനറൽ ഫോർമുല ഞാൻ ഡയറക്റ്റ് പറയുവാണ്. ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു 1/h1h2h3. ഗ്രേഡിയന്റിലും കേളിലും ഉള്ള പോലെ തന്നെ ആദ്യം 1/h1h2h3, പിന്നെ ഡോ ബൈ ഡോ Q1 h2 h3 ഡിവൈഡഡ് ബൈ h1 ഡോ ബൈ ഡോ Q1 a1. ഡെൽ സ്ക്വയർ അല്ലേ, രണ്ട് ഡെറിവേറ്റീവ് ഉണ്ടാവും. പ്ലസ് ഡോ ബൈ ഡോ Q2 h1 h3 ഡിവൈഡഡ് ബൈ h2 ഡോ ബൈ ഡോ Q2 a2 പ്ലസ് ഡോ ബൈ ഡോ Q3 h1 h2 ഡിവൈഡഡ് ബൈ h3 ഡോ ബൈ ഡോ Q3 a3. ഇതാണ് ലാപ്ലേഷ്യന്റെ ജനറൽ ഫോർമുല. ഇനി ഇതിൽ നിന്ന് കാർട്ടീഷ്യനും സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്ററും സിലിണ്ടറിക്കലിനും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് എടുക്കണമെങ്കിൽ h1 h2 h3ക്ക് നിങ്ങൾ വാല്യൂ എടുത്താൽ മതി. ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്യുന്നില്ല. ഇനി ഒരു റിസൾട്ട് പഠിക്കാനുണ്ട്. ഡെൽ ബാർ ഡോട്ട് ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 4 പൈ ഡെൽറ്റ ക്യൂ ബാർ ആണ്. നിങ്ങൾ ഡൈവർജൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇട്ട് കൊടുത്താൽ 0 എന്നായിരിക്കും കിട്ടുക. ബട്ട് അങ്ങനെയല്ല, ഇവിടെ 4 പൈ ഡെൽറ്റ ക്യൂബ് ആർ ആണ്. ഇത് ഇലക്ട്രോഡൈനാമിക്സ് വരുന്ന ഒരു റിസൾട്ട് ആണ്. ഡെൽ ബാർ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 4 പൈ ഡെൽറ്റ ക്യൂബ് ആർ. കാണാണ്ടറിയണേ. ഇത് ഇലക്ട്രോഡൈനാമിക്സിൽ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ കാരണമൊക്കെ അവർ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് 0 ആവാതെ 4 പൈ ഡെൽറ്റ ക്യൂബ് ആർ ആയി മാറും എന്നുള്ളത്. ഇത് ഓർത്തിരുന്നോ?
del bar dot r cap by r square equal to 4 pi delta q bar. ഇനി ഞാൻ 2-3 ഫോർമുല എഴുതിത്തരാം, അതൊന്ന് പഠിക്കണം. Del of fg which is equal to f into del g plus g into del f. Del bar dot f into a bar. ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു സ്കെയിലർ ആണ്, അതുകൊണ്ട് അതിന് വെക്ടർ അല്ല. ഓക്കെ, ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽ ബാർ ഡോട്ട് എ ബാർ പ്ലസ് ഡെൽ എഫ് ഡോട്ട് എ ബാർ. നമ്മളെ എഫിന് ഇവിടെ ഗ്രേഡിയന്റ് എടുക്കുന്നത്. ഗ്രേഡിയന്റ് എടുത്താൽ സ്കെയിലാർ വെക്ടറായി മാറും, അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതേപോലെ ഡെൽ ക്രോസ് എഫ് ഇൻറ്റു എ ബാർ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽ ക്രോസ് എ ബാർ പ്ലസ് ഡെൽ എഫ് ക്രോസ് എ ബാർ. ഡെൽ എഫ് എടുത്താൽ മാത്രമേ എഫ് വെക്ടറായി മാറുള്ളൂ, എന്നാലേ നമുക്ക് കേളെടുക്കാൻ കഴിയും. ഡെൽ ക്രോസ് എ equal to del of del dot a minus del square a. ഇത് നമ്മൾ പലയിടത്തും കാണാനുള്ള ഇക്വേഷൻ ആണ്. del cross a equal to del of del dot a minus del square a. Then del dot a cross b. Del dot a cross b equal to b dot del cross a minus a dot del cross b. Del dot a cross b equal to b dot del cross a minus a dot del cross b. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. del cross a cross b equal to a into del dot b plus b dot del into a into del dot b plus b dot del into a minus b into del dot a b into del dot a minus a dot del into b. ഈ ഇക്വേഷൻ ഇത്രയും കാണാണ്ട് പഠിക്കണം. ആദ്യത്തെ 3 എണ്ണം കുഴപ്പമില്ലല്ലോ, പ്രൊഡക്റ്റ് റൂൾ പോലെയുണ്ട് പ്രൊഡക്റ്റ് റൂൾ. ബാക്കി del cross a equal to del of del dot a minus del square a. ഇത് അറിഞ്ഞിരിക്കണം. del dot a cross b equal to b into del cross a b dot del cross a minus a dot del cross b. Del cross a cross b equal to a into del dot b plus b dot del into a minus b into del dot a minus a dot del into b. ഈ റിസൾട്ട് കാണാണ്ട് പഠിക്കണം. ഇന്ന് ഇത്ര എടുക്കുന്നോളൂ, ബാക്കി അടുത്ത ദിവസം കാണാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് പോവാം.
സാർ നമ്മൾ ആംഗിൾ കാണാനുള്ള ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ 5x പ്ലസ് 5 പ്ലസ് 6 അതിൽ നമ്മൾ ഐ എന്ന് എന്താ എടുക്കാൻ ഞാൻ അത് രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. ഇവിടെയാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആംഗിൾ കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പേജ്. ഇതിലെന്താ നമ്മൾ ഐ എടുത്തില്ല. ഐ എന്ന് വെച്ചാല് ഡെൽഫൈക്കാണോ? 5x നമ്മള് ഇത് കഴിഞ്ഞിട്ടുള്ള 5 ഐ ക്യാപ്പ് എന്തുകൊണ്ട് എടുത്തില്ല എന്നാണ് ചോദിച്ചത്. 5 ഐ ക്യാപ്പ് ഐ ക്യാപ്പ് എന്താണ്? അത് ഒന്നുമില്ല. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, അതിന് നമുക്ക് എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് എന്ന് കാണിക്കാം, അത്രേ ഉള്ളൂ. അത് അതിലൊന്നുമില്ല. അപ്പൊ പിന്നെ അടുത്ത ഇത് കഴിഞ്ഞുള്ള അടുത്തതില് നമ്മൾ എക്സും എടുത്തു ഐയും എടുത്തു, അതെന്താ? ഇത് കഴിഞ്ഞുള്ള അടുത്തതില് എവിടെ ഇതില് ഇത് ചെയ്തപ്പോ നമ്മള് എഴുതിയപ്പോ കണ്ട 2xi 2yj. ഈ എക്സ് എന്താ? ഈ എക്സ് നമ്മൾ ഇതിനെ ഡെൽഫൈ കണ്ടെത്തിയതാ. ഇതിന്റെ ഡെൽഫൈ, ഇതിന്റെ ഗ്രേഡിയന്റ് എങ്ങനെ കണ്ടെത്താം? 2x എക്സ് ക്യാപ്പ് പ്ലസ് 2y വൈ ക്യാപ്പ് പ്ലസ് 2z ഇസഡ് ക്യാപ്പ്, ആ എക്സ് ആണത്. മറ്റേത് യൂണിറ്റ് വെക്ടർ ഐ ജെ കെ. ഒന്നല്ലെങ്കിൽ ഐ ജെ കെ എന്ന് നമുക്ക് യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇഫ് ചില പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും തരില്ല. Q1 ക്യാപ്പ്, Q2 ക്യാപ്പ്, Q3 ക്യാപ്പ് എന്ന് തരുള്ളൂ. അത് യൂണിറ്റ് വെക്ടറിന്റെ റെപ്രസെന്റേഷൻ എന്ത് വേണമെങ്കിലും എടുക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ചോദിച്ചോ. ഈ ഡൈവേർജൻസ് കാണുന്നത് ഒന്നോട് പറയാവോ? ഫസ്റ്റ് ചെയ്തില്ലേ, എനിക്ക് അപ്പൊ ഫോൺ ഒന്ന് സ്റ്റക്ക് ആയിപ്പോയി. അല്ല ഇതല്ലേ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനാ. ഡൈവർജൻസിന്റെ ഫോർമുല എന്താന്ന് വെച്ചാല് ഈ സാധനം ഇതാണ് ഡൈവർജൻസിന്റെ ജനറൽ ഫോം. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അല്ല, അത് നോക്കി നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? റോ ക്യാപ്പ്, ഫൈ ക്യാപ്പ്, സെഡ് ക്യാപ്പ് അത് വെച്ചിട്ടാണോ? റോ ഫൈ സെറ്റ് അല്ലേ വന്നേക്കുന്നത്? അത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കാറ്. അപ്പൊ അതില് ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. അതല്ലേ. അപ്പോ സിലിണ്ടറിക്കലില് H1 H2 H3 H1 1 H2 റോ H3 1 1 ബൈ റോ. ഇത് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഡോ ബൈ ഡോറോ A1 എന്ന് പറഞ്ഞാല് റോയുടെ കമ്പോണന്റ്, റോ സൈൻ ഫൈ. പിന്നെ H2 H3 എന്ന് പറഞ്ഞാൽ ഒരു റോ കൂടെയും വരും. പ്ലസ് ഡോ ബൈ ഡോ ഫൈ റോ സ്ക്വയർ ഇസഡ്. H1 H3 എന്ന് പറഞ്ഞാൽ 1 തന്നെയാ. പ്ലസ് നമ്മുടെ H2 ആണ് റോ, H1 ഉം H3 ഉം 1 ആണ്. ഡോ ബൈ ഡോ ഇസഡ് ഇസഡ് കോസ് ഫൈ. H1 H2 എന്ന് പറയുമ്പോൾ ഒരു റോയും കൂടെ വരും. അത്രേ ഉള്ളൂ. ഇനി അറിയാലോ, ഇനി വെറുതെ ഡെറിവേറ്റീവ്. ശരി. തന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നാളെ പറയോ? ഞാൻ നാളെ പറയാം. നാളെയും കൂടെ എക്സാം ഉണ്ടാവും, അത് വേണ്ടി രണ്ടും കൂടെ കൂട്ടി ഞാൻ പറയാം. അജുനേട്ടാ പോവാ, നല്ല ഉറക്കം.
സാറിന് പ്രശ്നമാണ്. ഓക്കെ.